എല്ലാ പ്രിയപ്പെട്ടവർക്കും ക്രിസ്തുയേശുവിൻ്റെ നിസ്തുല നാമത്തിൽ സ്നേഹവന്ദനം. ഇന്നത്തെ നമ്മുടെ ധ്യാനത്തിനായി അപ്പോസ്തല പ്രവൃത്തികൾ 20-ാം അധ്യായത്തിൻ്റെ 7-ാം വാക്യം. അപ്പോസ്തല പ്രവൃത്തികൾ 20-7. ആഴ്ചവട്ടത്തിൻ്റെ 1-ാം ദിവസത്തിൽ ഞങ്ങൾ അപ്പം നുറുക്കുവാൻ കൂടി വന്നപ്പോൾ പൗലോസ് പിറ്റന്നാൾ പുറപ്പെടുവാൻ ഭാവിച്ചതുകൊണ്ട് അവരോട് സംഭാഷിച്ച് പാതിര വരെയും പ്രസംഗം നീട്ടി. കർത്താവിൻ്റെ പരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. വിശുദ്ധ പൗലോസ് അപ്പോസ്തലൻ സഭയുടെ ആദിമ ചരിത്രങ്ങളിൽ സിസ്റ്റമാറ്റിക്കലായി ആരാധനയും തിരുവെഴുത്താഴ് ശുശ്രൂഷയും മറ്റു കൂടിവരവുകളും മിഷണറി പ്രവർത്തനങ്ങളും എല്ലാം നന്നായി ചെയ്തു വന്ന വ്യക്തിയാണ്. കർത്തൃ ദിവസത്തിൽ അപ്പം നുറുക്കൽ ശുശ്രൂഷ ഇവിടെ 7-ാം വാക്യത്തിലും അതിനെ തുടർന്ന് 11-ാം വാക്യത്തിലും നമ്മളത് കാണും. യഹൂദന്മാർ ശബത്ത് നാളിലാണ് ആരാധനയ്ക്ക് കൂടി വന്നത്. അപ്പോസ്തലന്മാരും ആ രീതി തുടർന്നിട്ടുണ്ട്. എന്നാൽ യേശുവിൻ്റെ ഉയിർത്തെഴുന്നേൽപ്പിൻ്റെ വെളിച്ചത്തിലാണ് എല്ലാ ദിവസങ്ങളിലും വലുത് ഞായറാഴ്ച. അങ്ങനെ ഉയിർത്തെഴുന്നേൽപ്പിന് കൂടുതൽ പ്രാധാന്യം കൊടുത്ത് ക്രിസ്തു മാർഗത്തിൻ്റെ അടിത്തറ യേശു ക്രിസ്തുവിൻ്റെ ഉയിർത്തെഴുന്നേൽപ്പാണ് എന്ന കണ്ടെത്തലിൽ കൂടിവരവുകളെല്ലാം ആ ദിവസമാക്കി. യെരുശലേം യാത്രാ സംഘം ത്രോവാസിൽ എത്തി ആഴ്ചവട്ടത്തിൻ്റെ 1-ാം നാൾ അപ്പം നുറുക്കലിനായി അവിടെ കൂടി. അപ്പം നുറുക്കൽ ചടങ്ങ് നടത്തപ്പെടുന്നു. അതിൻ്റെ ഇടയ്ക്ക് ചില സംഭവങ്ങളുണ്ട്. പൗലോസിൻ്റെ പ്രസംഗം കേട്ട് ഉറക്കം തൂങ്ങി താഴെ വീണ് പ്രാണൻ പോയ ഒരു ചെറുപ്പക്കാരനെ കുറിച്ച് നമ്മൾ വായിക്കുന്നുണ്ട്. ഇവിടെ അപ്പം നുറുക്കൽ ചടങ്ങായി ചിന്തിക്കുന്ന സുവിശേഷകർ ഒരു പക്ഷെങ്കിൽ ഉണ്ടായിരുന്നിരിക്കാം. അത് കർമ്മ ആചാരമാണ് എന്ന് ചിന്തിക്കുന്നവരും ഇപ്പോഴും ചിന്തിക്കുന്നവരുമുണ്ട്. എന്നാൽ യേശുവിൻ്റെ ആകമാന ജീവിതം ധ്യാനിച്ച് കാൽവറി ക്രൂശിലൂടെ നേടിയ വിസ്മരണീയമായ രക്ഷയുടെ അനുഭവം അയവിറക്കുന്ന അവസരമാണ് കർത്തൃമേശ. അത് സ്തോത്രത്തിൻ്റെ അവസരമാണ്. അതോടൊപ്പം നമ്മെ മുറ്റും കർത്തൃകരങ്ങളിൽ അർപ്പിക്കുന്ന സമർപ്പണത്തിൻ്റെ അവസരമാണ്. ഒരു എഴുത്തുകാരൻ്റെ സെൻറ്റൻസ് ഇങ്ങനെയാണ്: ഗോഡ് ഗേവ് ഹിസ് ഓൾ, വി ഗീവ് അവർ ഓൾ. അതാണ് കർത്തൃമേശയിൽ നമ്മെ ഭരിക്കേണ്ടുന്ന ദർശനം. അപ്പോൾ കർത്താവിൻ്റെ മരണം, ഉയിർത്തെഴുന്നേൽപ്പ്, മരണത്തെ ജയിച്ചവൻ തൻ്റെ മരണത്താൽ നമുക്ക് നൽകിയ വീണ്ടെടുപ്പ്, പുനരുത്ഥാനത്തിൻ്റെ സന്തോഷത്തിൽ നമ്മൾ അത് ഓർക്കുകയാണ്. ഓർമ്മയുടെ പുതുക്കൽ, കർത്താവ് വരുന്നത് വരെയും അത് ചെയ്യണം എന്നുള്ള കർത്താവിൻ്റെ തന്നെ ഉപദേശത്തെ സ്വീകരിച്ചുകൊണ്ടാണ് സഭ അങ്ങനെ ചെയ്യാൻ തുടങ്ങിയത്. കർത്തൃമേശയ്ക്ക് ഉപയോഗിക്കുന്ന മറ്റൊരു പദമാണ് അപ്പം നുറുക്കൽ, അപ്പത്തിൻ്റെ നുറുക്ക്. യേശുവിൻ്റെ ആകമാന ജീവിത ദർശനം എന്ത് എന്ന് വ്യക്തമാക്കുന്നതാണിത്. ഒരിക്കൽ ഒരു യുവാവ് തൻ്റെ സഹോദരി അയച്ച ഒരു കത്തും കൊണ്ട് ഒരു പട്ടക്കാരൻ്റെ അടുത്ത് ചെന്നു. ഒരു പൂവിൻ്റെ ഇതൾ ആ കത്തിനകത്തുണ്ടായിരുന്നു. മാതാവിൻ്റെ ശവകുടീരത്തിൻ്റെ മുൻപിലെ ചെടിയിലുണ്ടായ പൂവിൻ്റെ ഇതൾ. അത് കാണിച്ച് ആ യുവാവ് അമ്മയുടെ ജീവിതവും അമ്മയിലൂടെ ലഭിച്ച കരുതലും സ്നേഹവും എല്ലാം ആ വൈദികനോട് പറഞ്ഞു. ഒരു പൂവിൻ്റെ ഇതൾ അവന് നൽകിയ സന്ദേശം എത്രമാത്രം ആഴമായിരുന്നു. അവൻ്റെ അമ്മയെ ഓർക്കാൻ, എങ്ങനെയാണ് അമ്മ വളർത്തിയതെന്ന് പറയാൻ ഒക്കെ ഈ ഒരു കാര്യം അവനെ ഇടയാക്കി. ഒരപ്പത്തിൻ്റെ നുറുക്ക്
യേശുവിൻ്റെ ആകമാന ജീവിതത്തെയും അതിലൂടെ നമുക്ക് ലഭ്യമായ രക്ഷയെയും അയവിറക്കുന്ന അവസരമാണ് അപ്പം നുറുക്കൽ ശുശ്രൂഷ. ആദിമസഭ കൂടി വരുമ്പോഴൊക്കെയും ആഴ്ചവട്ടത്തിൻ്റെ 1-ാം നാളിൽ ഇങ്ങനെ ചെയ്തു എന്ന് അപ്പോസ്തല പ്രവൃത്തിയിൽ നമ്മൾ വായിക്കുന്നു. ഓരോ ദിവസവും ദർശനം പുതുക്കി മുന്നേറാൻ നൽകപ്പെട്ട ദൈവിക ദാനമാണ് ഇത്. അതുകൊണ്ടാണ് പൗലോസ് പറഞ്ഞത്, ആരും ഇത് അലക്ഷ്യമായി കൈക്കൊള്ളരുത്. ഒരു വലിയ രക്തബന്ധത്തിൻ്റെ, രക്ഷയുടെ ഉടമ്പടിയുടെ ഓർമ്മയാണ്. അത് ഉൾക്കൊള്ളാൻ, പങ്കുവയ്ക്കാൻ സഭയായി നമുക്ക് നൽകപ്പെട്ടിരിക്കുന്ന ക്രമീകരണങ്ങളെ ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യാം. മുടക്കം വരാതെ ആ ഒരു ഓർമ്മയിൽ കർത്താവിൻ്റെ ശരീരവും രക്തവും ബലഹീനരായ നമ്മുടെ ശരീരങ്ങളിലേക്ക് സ്വീകരിച്ച് പുനരുദ്ധാനത്തിൻ്റെ പങ്കാളികളാകാൻ ദൈവം തമ്പുരാൻ നമ്മളെല്ലാവരെയും സഹായിക്കട്ടെ. പ്രാർത്ഥിക്കാം. കാരുണ്യവാനായ വാഴ്ത്തപ്പെട്ട കർത്താവേ, മനോഹരമായ പുതിയ ദിനത്തിൻ്റെ പ്രഭാതത്തിനായി സ്തോത്രം ചെയ്യുന്നു. ഇന്നത്തെ പകൽക്കാല ജീവിതത്തിൽ അവിടുത്തെ കൃപയും കരുണയും ഞങ്ങളോട് കൂടെ ഇരിക്കണമേ. ഓരോ ദിവസവും അവിടുന്ന് നൽകുന്ന പുതിയ അനുഭവത്തിൻ്റെ ഇതളുകളാണല്ലോ. അതിനെ നന്നായി ഉപയോഗിപ്പാനുള്ള കൃപ ഞങ്ങൾക്ക് നൽകണമേ. ഇന്ന് പകൽക്കാലം ഞങ്ങളുടെ ജീവിതത്തിൻ്റെ സകല ആവശ്യങ്ങളിലും അവിടുന്ന് കൂടെ ഇരിക്കണമേ. കൈവിടാത്തവനായി അവിടുത്തെ സാന്നിധ്യം ഞങ്ങൾക്ക് നൽകുന്നത് കൊണ്ട് സ്തോത്രം. പ്രഭാതം മുതൽ പ്രദോഷം വരെ മാറാത്ത സാന്നിധ്യം കൊണ്ട് നിറയ്ക്കണമേ. ഇന്ന് ജന്മദിനം ആഘോഷിക്കുന്ന പ്രിയപ്പെട്ടവരെയും വിവാഹ വാർഷികം ആഘോഷിക്കുന്നവരെയും ഓർത്ത് പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. ജീവിതത്തിൻ്റെ പുതിയൊരു വർഷത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ കർത്താവേ, പുത്തൻ അനുഭവങ്ങൾ, ദൈവത്തോടുള്ള ബന്ധത്തിൽ അവരെ കൂടുതൽ ഉറപ്പിച്ചു നിർത്തുവാൻ സഹായിക്കണമേ. യേശു മശിഹ മൂലം പ്രാർത്ഥിക്കുന്നു. കൃപയോടെ കേൾക്കുമാറാകണമേ. ആമേൻ. സകല ബുദ്ധിയെയും കവിയുന്ന ദൈവത്തിൻ്റെ കൃപയും അനുഗ്രഹവും നാം എല്ലാവരോടും കൂടി എന്നേക്കും ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ.